ഇതെല്ലാം കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്യണം. ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ പ്രോംപ്റ്റ് കൊടുക്കണം. എന്നിട്ട് നീ 3 ഫിംഗർ അല്ലേ? എടാ ഡിവൈസ് നെയിം പറഞ്ഞാ ഡിവൈസ് നെയിം മോട്ടോ ജി 54. MOTOG അടിച്ചാ മതിയോ? ഓ അത് തന്നെ MOTOG 54. വെറും 54 ഉള്ള? ഓ 54 അത്രേ ഉള്ളൂ. എടാ മോട്ടോജി 54 ഇതാണ് മോഡൽ നെയിം ഫോണിന്റെ. ഇതാണ് മോട്ടോ ജി 54 ഫോൺ. MOTOG 54 ഓക്കെ അതല്ലേ? അത് എന്നടാ. ഓക്കെ 0 ഈക്വൽ സെൻസിറ്റിവിറ്റി 3 ഫിംഗർ. ഗ്രാഫിക്സ് പ്രിഫറൻസ് നീ ഇപ്പൊ ഇട്ടേക്കണ ഏതാണ്? ഹൈ ഓക്കെ ഹൈ ഓക്കെ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിന്റെ സെൻസിറ്റിവിറ്റി കിട്ടി, എനിക്ക് കിട്ടി. സ്ക്രീൻഷോട്ട് ചെയ്യാൻ നിനക്ക് നീ പറഞ്ഞ അതേപോലെ ഇല്ല ഇതിൻ്റെ അകത്ത് ചെയ്യാം. എനിക്ക് പറഞ്ഞു അതേപോലെ ഇതിൻ്റെ അകത്ത് നീ ചെയ്യാൻ പറ്റുമല്ലോ, ബിൽഡ് ചെയ്യാൻ പറ്റുമല്ലോ. ക്യാമറ സെറ്റിംഗ്സിൽ പോ. ഓക്കെ വെയിറ്റ്, സെൻസിറ്റിവിറ്റിയിൽ ക്യാമറ അല്ലേ? ഓ കസ്റ്റമൈസ് ഇപ്പോൾ കസ്റ്റമൈസിൽ TPP നോ സ്കോപ്പ് അത് തൊട്ട് തുടങ്ങാം. ഓക്കെ അതോട്ട് തുടങ്ങാം. പറ ADS ഫസ്റ്റ് തൊട്ട് ഒപ്റ്റിമൈസ്ഡ് ഗെയിം BGMI തേർഡ് പേഴ്സൺ നോ സ്കോപ്പ് വെഹിക്കിൾ ക്യാമറ സെൻസിറ്റിവിറ്റി അഫറന്റ് എയിം നോ ഗൈറോ എന്നാണ് കിടക്കണം. നോ ഗൈറോ ഓണാണ്, ആൾവേസ് ഓണാണ്. ഗൈറോ കിടക്കണം. ഗൈറോ സെൻസിറ്റിവിറ്റി അല്ല, ADS സെൻസിറ്റിവിറ്റി പോയി കണ്ടാ അഫറന്റ് റീകോയിൽ കണ്ടാൽ നോ യൂസിങ് ഗൈറോ. എന്ത് ഗൈറോ നോ യൂസിങ് ഗൈറോ പിന്നെ ഇല്ലാതെ ഗൈറോ വേണ്ടില്ല. അത് തന്നെ സെറ്റ് ചെയ്യണേ. തേർഡ് പേഴ്സൺ നോ സ്കോപ്പേ. നിക്ക് സെൻസിറ്റിവിറ്റിയിൽ ഏതാണ്? ക്യാമറ സെൻസിറ്റിവിറ്റിയാ? ഓ ക്യാമറ സെൻസിറ്റിവിറ്റി TPP നോ സ്കോപ്പ്. അതില് തേർഡ് പേഴ്സൺ നോ സ്കോപ്പ്. അത് തന്നെ TPP നോ സ്കോപ്പ്. എത്ര ശതമാനം? 140. 140. ഓക്കെ ഇനി അടുത്ത ഫസ്റ്റ് പേഴ്സൺ നോ സ്കോപ്പ്. FPP നോ സ്കോപ്പ്. അതില് 120. ഓക്കെ എനിക്ക് റെഡ് ഡോട്ട് ഹൊറിസോണ്ടൽ അയൺ സൈറ്റ് അല്ല ഹോറോഗ്രാഫിക് അയൺ സൈറ്റ്. ആക്കുന്ന എത്ര? റെഡ് ഡോട്ട് ഹോറോഗ്രാഫിക് 70. 70. ഓക്കെ ഇനിയാ ഇത് 2x 50. ഇനിയാ ഉണ്ടച്ചി മോനെ 3x 35. 3x 35 തന്നെ. 4x 25. 25. ഓക്കെ 25. പിന്നെ 6x 20. അപ്പൊ 3x വിൻ 94. 3x വിൻ 94. എടാ 3x എല്ലാം 35 ആക്കും. 3x 35. ഓക്കെ മനസ്സിലായി. 8x 12. ഓക്കെ 12. ഓക്കെ ഇനി ADS സെൻസിറ്റിവിറ്റി പോ. അത് സെപ്പറേറ്റ് ഡിസേബിൾ ആണ് കിടക്കണം. അത് എനേബിൾ ആക്കണോ? അത് മറ്റേ കസ്റ്റമൈസേഴ്സ്. അപ്പൊ എനേബിൾ ആക്കണം. ഓക്കെ എനേബിൾ ആക്കി. അതില് TPP കസ്റ്റമൈസേഴ്സ് പോ. അത് കസ്റ്റമൈസ് തന്നെടാ. അത് സെൻസിറ്റിവിറ്റി കസ്റ്റമൈസ് ഓണാക്കി ഇട്ടേക്കണം. അതിൽ തന്നെ ADS സെറ്റിംഗ്സ് ഉണ്ട്. ADS എനേബിൾ ആക്കി, ഡിസേബിൾ ആയിരുന്നു, എനേബിൾ ആക്കി. അതില് തേർഡ് പേഴ്സൺ നോ സ്കോപ്പ് 140. പിന്നെ ഫസ്റ്റ് പേഴ്സൺ നോ സ്കോപ്പ് 120. പിന്നെ
റെഡ് ഡോട്ട് ഹോളോ അയൺ 6 അല്ല 65. 65. ഓക്കെ. അടുത്ത 2x 45. ഉണ്ണേരമോ കുറേ ആണല്ലേ. കുറഞ്ഞു പറഞ്ഞു. അടുത്ത 3x 30. 30. പിന്നെ 4x VSS 20. 20. ഓക്കെ. പിന്നെ 6x 12. 12. പിന്നെ 8x കോപ്പ് 8. 8. ഇനിയാ ഇനിയാണ് നമ്മളെ സാധനം മെയിൻ പറഞ്ഞ ഗൈറോസ്കോപ്പ് സെറ്റിംഗ്സിൽ എനിക്ക് ഒരു കാര്യം ഉണ്ട്. എടാ ഒരു കാര്യം, ക്യാമറ സെൻസിറ്റിവിറ്റി, ഫ്രീ ലുക്കിന്റെ ക്യാമറ സെൻസിറ്റിവിറ്റി. എടാ അതെന്ന് പറയുമ്പോഴത്തേക്ക് അത് നീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിന്റെ മറ്റേ 360 വ്യൂ കിട്ടും. അത് നീ അതിന്റെ കാര്യം പറഞ്ഞില്ലേ ChatGPT? അതിന്റെ കാര്യം ഇത് പറയുന്നില്ല. അത് നിനക്ക് ഇഷ്ടമുള്ള എന്റെ ഇത് അനുസരിച്ചിടാം. ഓക്കെ. അപ്പൊ ക്യാപ്റ്റൻ നീ എത്ര ഇട്ടേക്കണം? ഞാനിതാണ് ഫുള്ളാണ് ഇട്ടേക്കണം. 200 കുണ്ണേ. ഓ 200 പോടാ. 200 അല്ല. ഞാൻ അത് യൂസ് ചെയ്യൂടാ ഐ ബട്ടൺ. ഐ ബട്ടൺ പുണ്ടച്ചാണല്ലേ. ഓക്കെ. ജെയറോ ഇനി ഗൈറോസ്കോപ്പ് സെറ്റിംഗ്സിൽ പോ. അതിൽ TPP ഗൈറോസ്കോപ്പ് മെയിൻ റീകോൾ കൺട്രോളിൽ അതിനകത്ത് തേർഡ് പേഴ്സൺ സ്കോപ്പ് അതില് 300 കിട്ടും. ഫുൾ കിട്ടും 300. ഓ നീ ഒരു മാജിക് കണക്ക് കാണും നീ ഗെയിം പ്ലേയില്. 300 ഇട്ടാ. ഞാൻ 300 ഇട്ട്. ഇനിയാ ഫസ്റ്റ് പേഴ്സൺ 300 പിന്നെ അല്ല തേർഡ് പേഴ്സൺ നോസ്കോപ്പ് 300, ഫസ്റ്റ് പേഴ്സൺ നോസ്കോപ്പ് 300, 300. ഓക്കെ. 300ന് മുകളിലുണ്ട് കേട്ടോ അതിൻ്റെ അകത്തോട്ട്. 500 വരെ ഉണ്ടെന്ന് തോന്നുന്നു. 300 ഇട്ട്. ഓക്കെ 300 ഇട്ടാ മതി. തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും 300 ഇട്ട്. ഇനിയാ റെഡ് ഡോട്ട് ഹോളോ അയൺ 300. 300 അത് ഇട്ട് നോക്കുവാണീ കളിക്കാൻ പറ്റൂല അവസരം കേട്ടോ. 300 ഇട്ട്. ഇനിയാ ഇനി 2x സ്കോപ്പ് 270. അത് 300 അല്ല. 270. ഇനിയാ 3x 170. 170. ഓ 170. അടുത്ത 4x. 4x VSS 140. ചേട്ടാ എനിക്ക് കളിക്കാൻ പറ്റൂല കേട്ടോ, ഉറപ്പിച്ചോ. ഓക്കെ 140 ഇട്ട്. 6x സ്കോപ്പ് 90. 1000 ഇടാടാ. 1000 ഇടാ ഞാൻ. എന്തോന്ന് ചിന്താളിയാ. ഇട്ട് 90 ഇട്ട്. 8x സ്കോപ്പ് 60. ആകെ 60. ഇനി ADS ഗൈറോസ്കോപ്പ് സെറ്റിംഗ്സ് ഗൈറോ പ്ലസ് ADS കോമ്പിനേറ്റ്. അത് എനേബിൾ ആക്കി. സെപ്പറേറ്റ് സെറ്റിംഗ്സ് ADS ഗൈറോസ്കോപ്പ് സെൻസിറ്റിവിറ്റി. അതിൽ TPP എത്ര? അത് തേർഡ് പേഴ്സൺ നോസ്കോപ്പ് 300. അടുത്തതാ TPP FPP. FPP 1 പേഴ്സൺ നോസ്കോപ്പ് 300. അടുത്ത റെഡ് ഡോട്ട് ഹോളോഗ്രാഫിക് കൂടണേ 280. ഓക്കെ. അടുത്ത 2x 280 ആണേ. ഓക്കെ കേട്ടോ 280. അടുത്ത 2x 260. അടുത്ത 3x 160 160. അടുത്തത് 4x VSS 130. ഓക്കെ ഇട്ടിട്ട്. ഓക്കെ. അടുത്ത 6x 85. അടുത്ത 8x 55. ഓക്കെ ഇട്ടിട്ട്. ഓക്കെ അപ്പൊ ഇനി പ്ലേ സ്റ്റൈൽ ഒപ്റ്റിമേഷൻസ്. നീ ഒപ്റ്റിമൈസ്ഡ് ആയി എന്നാണ് അവർ പറയണത്. These sensitivity settings are turned on your Moto G50%. Its touch latency and gyro responsiveness you may still find 5+, depending on grip and personal recoil pull style. Okay. അവർ പറഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ ഈ സാധനം 2-3 ദിവസത്തിനുള്ളിൽ നിന്റെ ഫോണിൽ ഒപ്റ്റിമൈസ്ഡ് ആയി കിട്ടുന്ന സെറ്റിംഗ്സ് ആവും.
ഇത് ജൈറോ ഭയങ്കര പാടാ കൺട്രോൾ ചെയ്യും. ഇപ്പൊ പോയിട്ട് TDM കളിച്ച് നോക്കിയാണ്. ഇപ്പൊ പോയൊരു TDM കളിച്ച് നോക്കിയാണ്. TDMന്റെ ജൈറോ ഭയങ്കര ഇത് ജൈറോ 300 കിട്ടപ്പോഴേ വ്യത്യാസം ഉണ്ടോ ആളിയാ. സ്പീഡൊക്കെ ഇൻക്രീസ് ആയി. സ്പീഡ് ഇൻക്രീസ്. എനിക്ക് കസ്റ്റം ഹെഡ് കൂടെ സെറ്റ് ആക്കിയാൽ മതി. കസ്റ്റം ഹെഡ് എങ്ങനെ ഇടണമെന്ന് എനിക്ക് സംഭവം മനസ്സിലായി. അത് ക്യാപ്റ്റൻ ഇത് ഞാൻ ശരിയാക്കിയിട്ട് വരട്ടെ. നിന്നെ ആദ്യം കുണ്ണ പൊട്ടിക്ക് നോക്കിയോ. ക്രെഡിറ്റ് ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. നിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. അങ്ങനെ എന്നെ റെസ്പെക്ട് ചെയ്യണം കേട്ടാ. അതുകൊണ്ടല്ലേ ഇല്ല. ഓക്കെ നോക്കാം. നിന്റെ ഉണ്ണ നിന്റെ ഉണ്ണ രണ്ടാമത് പൊട്ടിച്ചോളാം. അപ്പം ഞാൻ ആദ്യം സാധനം എടുത്തോളാം. എടാ ഇത് ഡബ്ല്യൂടാ ആളിയാ. ഡബ്ല്യൂ എടാ സ്പീഡേ ഗെയിമിംഗ് സ്പീഡ് ഇൻക്രീസ് ആയടാ. ഗെയിമിംഗ് സ്പീഡ് ഇൻക്രീസ് ആയ അതാണ് പറഞ്ഞ നീ ഓരോ സ്കോപ്പ് ഇട്ട് സ്പ്രേ ചെയ്ത് നോക്ക്. സ്കോപ്പ് എവിടെ ഉണ്ണേ? സ്കോപ്പ് ഇവിടെ ഒളിച്ചു വെച്ചേക്കാണ്. 8 ആദ്യം എത്ര 2x എടുക്കാം. 2x എടുക്കട്ടെ. ഡബ്ല്യൂ ഇവിടെ ഡബ്ല്യൂ കളിയാ. ശേ എടാ ഇപ്പോൾ ഒരു ഡോട്ടി അടിച്ച് അവിടെ കൊള്ളണേ ഉള്ളൂ. മുകളിലോട്ട് അങ്ങനെ അധികം കുറച്ച് പോണേ ഉള്ളു. അതാണ് സെറ്റിംഗ്സ് തെറ്റായി. ഡബ്ല്യൂ ക്യാപ്റ്റൻ ചാറ്റ് ജിപിയെ കൊണ്ട് എന്ത് ഉപയോഗമുള്ള. ഇനി നീ ഓരോ സ്കോപ്പ് ഇട്ട് സ്പ്രേ ചെയ്ത് നോക്ക്. ഓരോ സ്കോപ്പ് ഇട്ട് സ്പ്രേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നീയും കൂടെ ഇതിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇതിന്റെ അകത്ത് വരണം. ഒരു എന്തുമാർ ഇങ്ങനെ കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് ഒരാധികം. അത് നേരത്തെ വരുമായിരുന്നു. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു എനിക്കറിയാം. 8x ഇട്ടോ എന്തോ 8x ഒന്നും വരൂലേ. സെറ്റായി സെറ്റിങ്സ് സെറ്റായി. ഇനി ഓരോന്നിനും സ്പ്രേ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഗൈറോ കൂടെ വെച്ച് മൊബൈലിൽ ചരിച്ചു പിടിക്കണം. എന്നാലേ താന്ന് വരൂ. ഈ കറക്റ്റ് അവിടെ പോകും. ഈ സിംഗിൾ ആവണം. ഓട്ടോമാറ്റിക്കലി സിംഗിൾ ആവണ സാധനം ഓഫ് ആക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആട്ടോ മതി. ഈ സിംഗിൾ ആയി പോകണം ഇടയ്ക്ക് തുടങ്ങുമ്പോൾ. എന്തോന്ന് അത് ഗൺ സ്വിച്ച് ചെയ്യണം. ആ സാധനം നീ രണ്ടും വലുതാക്കിയിടണം. അല്ലെങ്കിൽ നീ ഒന്നിന്റെ മേളിൽ കുറച്ചുകൂടെ മണ്ടേ ഇടണം. ഓഫ് ആക്കിടാൻ വഴിയില്ലടാ അങ്ങനെ സാധനം സെറ്റിംഗ്സില് ഇല്ല. അതൊക്കെ അത് ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെ വരും. മറ്റേ സിംഗിളും മറ്റു ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ക്യാപ്റ്റൻ എനിക്ക് ഈ സെറ്റിംഗ്സ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബേസിക് കൺട്രോളും അഡ്വാൻസ് കൺട്രോളും ചാറ്റ് ജിപിയോട് ചോദിച്ചാൽ പറഞ്ഞു തരൂ. ബേസിക് കൺട്രോൾ അഡ്വാൻസ് അത് നിന്റെ കംഫോർട്ട് അനുസരിച്ചാണ് സെറ്റ് ചെയ്യാനുള്ള. ക്യാപ്റ്റൻ നീ ഏതായിട്ടേക്കണ ഫയർ സെറ്റിംഗ്സും ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ. ഞാൻ അത് കേറട്ടെ. ഞാൻ ഗെയിമിൽ കേറട്ടെ. സംഭവം കൊള്ളാം കേട്ടടാ. ഫയർ ഇന്ററപ്ഷൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരി. നീ ഒന്ന് ഞാൻ ലൈവ് എടുത്ത് നോക്കണം. നീ ഒന്ന് സ്പ്രേ ചെയ്ത് പോയിക്കണം. ഏതെങ്കിലും സ്കോപ്പ് പോയി കസ്റ്റഡി ഒന്നുകൂടെ സെറ്റ് ആക്കണം. കസ്റ്റോട്ട് പോയി. ഏത് ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയ സ്കോപ്പാ. ഓ എൻ്റെ കസ്റ്റോട്ട് പാടാളിയാ. കസ്റ്റോട്ട് മാറിപ്പോയി. സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. എന്നാലേ ഗെയിം കളിക്കാൻ പറ്റും. ആദ്യം എനിക്ക് കസ്റ്റോട്ട് തരും. ഈ ലൈവിന് ശേഷം തന്നെ പോയി കസ്റ്റോട്ട് സെറ്റ് ആക്കാം. ഇന്നലെ ആക്കാൻ വിചാരിക്കണം. പിന്നെ സമയം കിട്ടിയില്ല. സംഭവം എന്തായാലും വെടിപ്പായിട്ടുണ്ട്. ബേസിക്കും അഡ്വാൻസും. നീ ഏതാ ഇട്ടേക്കണം? അഡ്വാൻസിൽ ഞാൻ ഇട്ടേക്കണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉള്ള അഡ്വാൻറ്റേജ് ആദ്യം പറയാം. FPP DPP 80 ഇട്. ഏതിൽ 80 ഇടാൻ? അഡ്വാൻസ് കൺട്രോൾ. അഡ്വാൻസ് ഓക്കെ. ബേസിക്കലി അഡ്വാൻസ് കൺട്രോൾ വരട്ടെ. അതിൽ FPP അത് എവിടെ FPP? പിന്നെ നിനക്ക് നീ ഈ സാധനം ആരും പറഞ്ഞു കൊടുക്കില്ല. ഞാൻ ഹെഡിൽ ലോക്കാക്കി
പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാ? മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ആ സ്പ്രിന്റ് ബട്ടൺ ഫുൾ അങ്ങിട്ടോ 100%. നല്ല സ്പീഡായിരിക്കും. സ്പ്രിന്റ് സെൻസിറ്റിവിറ്റിയാ ആ ആ 100 ഇടാനാ? yeah. അപ്പൊ സ്പീഡ് ഓടുന്ന സ്പീഡ് കൂടു. പിന്നെ ഫുൾ മൂവ്മെന്റ് ഫുള്ള് നല്ല സ്പീഡായിട്ട് വരും. അപ്പൊ കൺട്രോള് പാടായിരിക്കുമല്ലോ. കൺട്രോളൊന്നും പാടൊന്നുമില്ല, ഭയങ്കര സ്പീഡൊന്നുമില്ല. അത് എടാ നമുക്ക് നോർമലായിട്ട് ഓടണമെന്നെ കാണിക്കും. എനിമി വ്യൂവിൽ നല്ല സ്പീഡായിട്ട് നീ മൂവ്മെന്റ് ഒക്കെ നല്ല പക്കായിട്ട് കാണും. ഓ നീ ഇതെല്ലാം അപ്പൊ ബാക്കി പറഞ്ഞേ, ബാക്കി അഡ്വാൻസിൽ ബാക്കി TPP FPP എത്രയായിരുന്നു? അത് 80 ഞാൻ ഇട്ടേക്കണം. 80 TPP FPP FPP TPP രണ്ടും 80. ഓക്കെ. അടുത്ത സ്പ്രിന്റ്. പിന്നെ ആട്ടോ ജമ്പ് ഡിസേബിൾ. അത് വേണമെങ്കിൽ നീ ഓൺ ആക്കിക്കോ. എനിക്ക് നോക്കട്ടെ, ഓരോന്നായിട്ട് നോക്കട്ടെ. ഇടയ്ക്ക് മറിയും പറഞ്ഞ ഓരോന്നായിട്ട് തുടങ്ങാം. യൂണിവേഴ്സൽ മാർക്ക് അതെവിടെ? അത് എത്രയാണ്? എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ? അതെവിടെ യൂണിവേഴ്സൽ മാർക്ക്? യൂണിവേഴ്സൽ മാർക്ക് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത മാർക്ക് അസിസ്റ്റ് ഡിസേബിൾ. ഓക്കെ. അത് എനേബിൾ. മാർക്ക് അസിസ്റ്റ് വേണം. മാർക്ക് അസിസ്റ്റ് എനേബിൾ ആണ്, അത് വേണം. അടുത്ത ഹെഡ് ഷോട്ട് സൗണ്ട് എഫക്റ്റ് അത് എനേബിൾ. അതിലാണ് മോനെ കിടക്കണ. അപ്പൊ ജമ്പ് ആൻഡ് ക്ലൈംബും മെർജും ഉണ്ട്, സെപ്പറേറ്റും ഉണ്ട്. ഞാൻ മെർജാണ് ഇട്ടേക്കണം. മെർജ്. അപ്പൊ ഈ അത് വ്യത്യാസം എന്തിനാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒരു മറ്റേ വിൻഡോയിൽ കൂടെ ചാടൂലേ, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും സ്പീഡൊക്കെ. രണ്ട് ബട്ടൺ ആയിട്ട് വരുമല്ലേ? മെർജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ചാടാൻ പറ്റും. മറ്റേത് അത്ര ചാടി ഫയർ ചെയ്യാൻ പറ്റും മെർജ്. ഓക്കെ. അപ്പൊ ഫയറിംഗ് മോഡ് ബട്ടൺ ഡിസ്പ്ലേ അത് മെർജ് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അത് മെർജ് ക്രൗച്ച് ആൻഡ് പ്രോണ ഡിസേബിൾ. ക്വിക്ക് ത്രോ എനേബിൾ. അപ്പൊ ത്രോ ബാൾസ് ക്വിക്ക് വീല സ്വിച്ച്. ത്രോ കൺസംബിൾസ് അതെന്തിനാണ് ത്രോ കൺസംബിൾസ്? അത് ഞാൻ എന്തോ അത് ഞാൻ എനേബിൾ ആയിട്ടുണ്ട്. അത് എന്തിനാണെന്തോ. ട്രാൻസ്പെറന്റ് UI മോഡാ ഡിസേബിൾ. ഓക്കെ. സ്ലൈഡ് അരീന വാവ് എന്തിനാണ്? അത് എന്തിനാണെന്തോ. അത് ഞാൻ എനേബിൾ ആണ്. അത് എന്തിനാണോ എന്തോ. FPP സ്വാപ്പ് എനേബിളും ഡിസേബിളും കിടപ്പുണ്ട്. സ്വാപ്പ് എനേബിൾ ആണ്. FPP ഡൈനാമിക് ഹോൾഡിംഗ് ഡിസേബിൾ. ഓക്കെ. അടുത്ത TPP 80 FPP 80 സ്പ്രിന്റ് സെൻസിറ്റിവിറ്റി 100. മാർക്ക് സ്റ്റൈൽ ക്ലാസിക്. സ്പ്രിന്റിംഗ് ഇന്ററപ്ഷൻ പീക്ക് മോഡ് അത് എനേബിൾ. എയിം അസിസ്റ്റ് അത് മെയിൻ സാധനമാണ്. അത് എനേബിൾ ആണ്. ഓക്കെ. പക്ഷെ അത് ഡിസേബിൾ ചെയ്താൽ നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. എന്തിനാണ് സാധനം? അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെടിവെക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇതാണ്. എന്ന് പറയുമ്പോ ഇത് ആ ഉണ്ടകളുടെ സ്പീഡ് ഉണ്ടല്ലേ പോണ, അതാണ് സാധനം. അത് എനേബിൾ ചെയ്താൽ ഭയങ്കര സ്പീഡായിരിക്കും. മറ്റേത് കുറച്ചുകൂടെ ലോ ആയിരിക്കും. അപ്പൊ മെയിൻ സ്ക്രീൻ ആഡിയോ മാർക്കേഴ്സ് മെയിൻ സ്ക്രീൻ അത് ക്ലാസിക് മോഡ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്തിനാണ്? മെയിൻ സ്ക്രീൻ ആഡിയോ മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തിനാണെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ ക്ലാസിക് ഗുണമെന്ന് പറഞ്ഞ? ആഡിയോ മാർക്ക് ലൊക്കേഷനാ? ആട്ടോ മാർക്ക് ലൊക്കേഷൻ അത് എനേബിൾ. ഹീലിംഗ് പ്രോംപ്റ്റാ? അത് ആട്ടോ മാർക്കൊക്കെ അത് സംഭവം എന്ന് പറയുമ്പോ കുറച്ച് ഇതാണ് കേട്ടോ. അത് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഈ ഹീലിംഗ് പ്രോംപ്റ്റ് അതെന്തിനാണ്? ഹീലിംഗ് പ്രോംപ്റ്റ് എനേബിൾ ചെയ്യും. ഹീലിംഗ് പ്രോംപ്റ്റ് വേണം. അതെന്തിനാണ് സാധനം? ഹീലിംഗ് പ്രോംപ്റ്റ് എന്ന് പറയുമ്പോ നീ ഹീൽ ചെയ്യാൻ നേരത്ത് എനിമി അടിച്ചാൽ നിനക്ക് കൊണ്ടൂല. അതെന്ത് ഗുണ?
കണ്ടിന്യൂസ്ലി യൂസിങ് ബാഡ്ജസ്. കൺസ്റ്റൻസിങ് യൂസ് ബാഡ്ജസ് അത് എനേബിൾ ആണ്. ആട്ടോ ഓപ്പൺ ഡോർ അത് വേണം, എനേബിൾ ആണ്. ബ്ലോക്ക് സൈറ്റ് വാണിംഗ് അത് എനേബിൾ. ഹൊറിസോണൽ സൈപ്പ് ആക്സിലറേഷൻ ഹൊറിസോണൽ സൈപ്പ് ആക്സിലറേഷൻ എനേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നീ വണ്ടി ഓടിക്കുമ്പോ ഓട്ടോ ഇതുണ്ട്, എന്തോന്ന് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓട്ടോ മോഡ് ഉണ്ട്. ഓ അപ്പൊ മാച്ച് ആട്ടോ മെസ്സേജ് മാച്ച് ഓട്ടോ മെസ്സേജ് അത് എനേബിൾ ചെയ്യണം. ഹോൾഡ് ടു ഓപ്പൺ മാപ്പ് അത് വേണ്ട, അത് ഇല്ലായിരിക്കും. അത് ഡിസേബിൾ. ഷോ ത്രോവൺ ട്രഞ്ചട്രി ഗുണ അതിനാണ് ട്രഞ്ചട്രി ലൈൻ അത് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആട്ടോ എക്യുപ്പ് മെയില് ആട്ടോ എക്യുപ്പ് മിലി വെപ്പൺ പുട്ട് അവേ അതാ ഡിസേബിൾ ആണത്. ഓക്കെ ഡിഫോൾട്ട് മെയിൽ വെപ്പൺ കാരിയിട് ഡാഗർ റീലോഡ് ഇൻട്രപ്റ്റ് മെത്തേഡ് ഫയർ ഇൻട്രപ്റ്റ് റീലോഡ് ഇൻട്രപ്റ്റ് മിക്സർ ഇൻട്രപ്റ്റ് ഇതിലേത് ഗുണ ഫയർ ഇൻട്രപ്റ്റ്. ഓക്കെ ആട്ടോ ജമ്പ് ഡിസേബിൾ. ടാപ്പ് ടു മാർക്ക് ലൊക്കേഷൻ ഡിസേബിൾ. ഡിഫോൾട്ട് പാരച്യൂട്ട് ഫോളോ ടാപ്പ് ടു അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അത് എന്തിനാ ഉപയോഗമുള്ളേ? ടാപ്പ് ടു മാർക്ക് ലൊക്കേഷൻ അത് എനേബിൾ ഞാൻ ഇപ്പൊ എനേബിൾ ചെയ്തു കണ്ടില്ലേ. ഓക്കെ ഡിഫോൾട്ട് പാരച്യൂട്ട് ഫോളോ അത് എനേബിൾ. ഓക്കെ ജൈറോ ആണ് ജൈറോ ആൾവേസ് ഓണ്, ജൈറോ റിവേഴ്സ് ഡിസേബിൾ. ഗൈറോസ്കോപ്പ് സ്കോപ്പ് ഓൺ ആക്കിയിട്ടാൽ നിനക്ക് സ്കോപ്പ് ഓൺ ആക്കിയാൽ മാത്രമേ ഗൈറോ വർക്ക് ആവൂ. അത് വേണ്ട അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ ഗൈറോ റിവേഴ്സ് ഡിസേബിൾ. ജൈറോ എയിം ഫീച്ചേഴ്സ് ജൈറോയിൽ അത് എനേബിൾ ഡിസേബിളും. ഓക്കെ അടുത്ത അത് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. ബാക്കി രണ്ടെണ്ണം നിനക്ക് എനേബിൾ ആണല്ലോ. റെക്കോർഡിങ്ങിന്റെ രണ്ടെണ്ണം എനേബിൾ ആണല്ലോ. റെക്കോർഡിങ്ങിന് എന്തോന്ന്? റെക്കോർഡിങ്ങിന്റെ ഇവിടെ കാണിച്ചില്ല. ഹൈലൈറ്റും ഫിനിഷും എനേബിൾ തന്നെ, നിന്റെ എനേബിൾ തന്നെ. അത് ബേസിക് കൺട്രോളിൽ കിടക്കണോ? ബേസിക് കൺട്രോളിൽ ഞാൻ നോക്കിയില്ല. അല്ല അഡ്വാൻസിൽ ഏറ്റവും താഴെ റെക്കോർഡിങ് അത് രണ്ടെണ്ണം നിന്റെ എനേബിൾ ആണ്. ആയിരിക്കും അതന്നെ തോന്നുന്നു. ഓക്കെ എടാ ഈ ബേസിക് കൺട്രോൾ പറ. ബേസിക് കൺട്രോളില് ഗ്രാഫിക്സ് അപ്പൊ ബേസിക് കൺട്രോൾ പറഞ്ഞില്ല. ഗ്രാഫിക്സില് മറ്റേ കസ്റ്റമൈസേഷൻ അതില് കസ്റ്റമൈസേഷൻ അതില് ഗ്രാഫിക്സ് സ്മൂത്ത് ഇട്ടാ ഗ്രാഫിക്സ് ഒട്ടും കാണൂളിയ എല്ലായിരിക്കും. സ്മൂത്ത് ഇട്ടാ ഗ്രാഫിക്സ് എല്ലാം നല്ല ഗ്രാഫിക്സ് കൂടും. പിന്നെ നിനക്ക് അതിലത് നീ അൾട്രാ കേട്ടോ. ഞാൻ ഹൈ ആണ് ഇട്ടേക്കണം ഫ്രെയിം റേറ്റില്. അത് തന്നെ ഫ്രെയിം റേറ്റ് ഞാൻ ഹൈ ആണ് ഇട്ടേക്കണം. ഞാൻ അൾട്രാണ് ഇട്ടേക്കണം. അൾട്രേ അത് നീ സ്മൂത്ത് ഇട്ടാണ് കളിക്കണം അല്ലേ? ഓ ഞാൻ അത് ഗ്രാഫിക്സ് സ്മൂത്ത് ആയിട്ടാണ് കളിക്കുന്നത്. മറ്റേ ഫ്രെയിം റേറ്റ് ആണ് ഞാൻ കൂട്ടിയിരുന്നത് അൾട്രയുള്ള. അവിടെ അപ്പൊ ഇതില് മറ്റേ താഴെ ബ്രൈറ്റ്നെസ്സും നോൺ സ്റ്റാൻഡേർഡ് സ്ക്രീനും എന്തിനാണ്? സ്റ്റൈലില് നീ കളർഫുൾ ഇട്ടോ. അതൊക്കെ കുറച്ച് നല്ല ഗ്രാഫിക്സ് ആണ്. W ഗ്രാഫിക്സ്. ഏതില് കളർഫുള്ളാ? ഞാൻ നോക്കട്ടെ. അതെനിക്കറിയാം. കസ്റ്റമൈസിൽ കോമ്പാറ്റ് ഹബ്ബ് ഹോം എഫിഷ്യൻസി. എഫിഷ്യൻസിയിൽ എന്തിനാണ്? എഫിഷ്യൻസിയിൽ ആന്റി അനലാക്സിങ്, പവർ സേവിങ്, ഷാഡോസ് എന്തിനാണ്? പവർ സേവിങ് എന്ന് പറയുമ്പോൾ ചാർജ് ഇറങ്ങായിരിക്കും മാച്ച് കളിക്കുമ്പോ. അപ്പൊ പിന്നെ ഈ ആന്റി അനലാക്സിക്ക അത് എനേബിൾ ചെയ്തു. പവർ സേവിങ് എനേബിൾ എത്ര? 2x 4x?
എന്തിടാ ആന്റി അനലാക്സിങ് ഉണ്ടല്ലേ കസ്റ്റമൈസിൽ എഫിഷ്യൻസിയിൽ ആന്റി അനലാക്സിങ് 2x 4x അതായത് ഡിസനേബിളാ. ആന്റി അനലൈൻസ്ഡ് അതാ ആന്റി അനലൈൻസ് അത് 4x അതെന്താണ് ഗുണം അതിന്റെ? അതെന്തിനാണ് എനിക്കറിയാം. ഇംപ്രൂവ് ഇമേജ് ക്വാളിറ്റി ബട്ട് ഇൻക്രീസ് ബാറ്ററി ഡ്രൈവ്. അത് ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ്? അതൊക്കെ ബാറ്ററി നിൽക്കില്ലെങ്കിൽ ഇട്ടാ മതി. ഷാഡോസ് വേണം, ഹബ്, ഹോം, ഗ്രാഫിക്സ്, ലോബി. ഇത്രയൊക്കെ തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട. അപ്പൊ ഈ നെറ്റൊക്കെ ഉണ്ടല്ലോ. പിക്കപ്പിൽ എന്തൊക്കെയും പിക്കപ്പ്, കസ്റ്റം അറ്റാച്ച്മെന്റ് അതിലൊക്കെ എന്തെങ്കിലും പിക്കപ്പിലൊക്കെ പ്രോ ടിപ്സ് പിക്കപ്പിലുണ്ടാന്ന് ചോദിക്കുമ്പോ പിക്കപ്പ് അത് നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നീ നിനക്ക് എണ്ണൊന്നും കിട്ടാത്ത ടൈമിൽ ഓട്ടോ പിക്കപ്പ് ഉണ്ട്. അത് ഓണാക്കിയിട്ടാ എല്ലാം നീ ഓട്ടോ ആയിട്ട് അങ്ങ് എടുത്തോളും. പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്തോളൂല്ല. ഏതായിരുന്നു? ആട്ടോ പിക്കപ്പ് എനേബിൾ ആണ്. ഇതില് ഇത് ഇതെന്തൊരു സാധനം? സെൻസിറ്റിവിറ്റി സെറ്റാണ്. എടാ അപ്പൊ ഇതാ മറ്റേ ക്രോസ് ഹെയറിന്റെ സംഭവം. അത് തന്നെ ക്രോസ് ഹെയറിന്റെ കളർ തന്നെ കസ്റ്റം ചെയ്യാം. ഇഷ്ടമുള്ള കളർ. നീ അതൊക്കെ ഇട്ടേക്കണം. ഞാൻ റെഡാണ് ഇട്ടേക്കണം എല്ലാം. ഇതില് പച്ച കിടപ്പുണ്ടല്ലേ. ക്രോസ് ഹെയർ തന്നെ ഇഷ്ടപ്പെട്ട കളർ ഇട്ടോ. ഇപ്പൊ ഇതാ എഫക്റ്റ് നീ പച്ചയാണ് ഇട്ടേക്കണ. എഫക്റ്റ് എഫക്റ്റ് ഞാൻ മഞ്ഞയിലിട്ടേക്കണം. മഞ്ഞ ഞാൻ ഇപ്പൊ മഞ്ഞാക്കി. മറ്റേ പച്ച ഒരു ഇതാക്കി മാറ്റി.